നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തൊടുപുഴ അഗ്നിരക്ഷാ സേനയും ഷോള ഗ്യാസ്കോയും സംയുക്തമായി മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. തൊടുപുഴ അഗ്നിരക്ഷാ നിലയത്തിൽ നിന്നും സ്റ്റേഷൻ ഓഫീസർ TK ജയറാം നേതൃത്വം നൽകി. മഴക്കാലമായാൽ കുഴിയുണ്ടാവും. ഇത് കേരളമാണ് എന്നതാണ് പൊതുമരാമത്ത് മന്ത്രിയുടെ നിലപാട്. തമിഴ്നാട്ടിലെ തേനി ജില്ലയിൽ ഒന്നാം നെൽകൃഷിക്കായും മധുര കോർപ്പറേഷനിലെ ശുദ്ധജല വിതരണത്തിനുമായി മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നുമുള്ള ജലം തേക്കടി ഷട്ടർ വഴി തുറന്നുവിട്ടു. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയുടെ നവതി ആഘോഷങ്ങളുടെ സമാപനം നടന്നു. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. വെള്ളിയാമറ്റത്ത് ജനങ്ങളുടെ ആരോഗ്യത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന പ്ലൈവുഡ് കമ്പനി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല സ്റ്റീഫൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം മനോജ് കോക്കാട്ട്, ഡിവിഷൻ മെമ്പർ സജി P. ജോസ് എന്നിവർ സന്ദർശിച്ചു. വാർത്തകൾ വിശദമായി. തൊടുപുഴ അഗ്നിരക്ഷാ സേനയും ഷോള ഗ്യാസ്കോയും സംയുക്തമായി മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. തൊടുപുഴ അഗ്നിരക്ഷാ നിലയത്തിൽ നിന്നും സ്റ്റേഷൻ ഓഫീസർ TK ജയറാമിന്റെ നേതൃത്വത്തിൽ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ D. മനോജ് കുമാർ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ TK വിവേക്, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ജെയ്സാം ജോസ്, ഹോംഗാർഡ് PK ഷാജി എന്നിവർ പങ്കെടുത്തു. തൊടുപുഴ വെങ്ങല്ലൂരിൽ പ്രവർത്തിക്കുന്ന റോസ് ഫ്യൂവൽസിൽ നിന്നും ഗ്യാസ് ലീക്ക് ഉണ്ടായി എന്ന തൊടുപുഴ അഗ്നിരക്ഷാ നിലയത്തിലേക്ക് സന്ദേശം ലഭിക്കുകയും ഉടൻ തന്നെ വാട്ടർ മിസ്റ്റ് വാഹനവുമായി സേന റോസ് ഫ്യൂവൽസിൽ എത്തുകയും ലീക്കായി കത്തിക്കൊണ്ടിരുന്ന ഗ്യാസ് ഫയർ എത്രയും വേഗം ഫോം പമ്പ് ചെയ്ത് അണയ്ക്കുകയും ചൂട് പിടിച്ചിരുന്ന ഗ്യാസ് സിലിണ്ടറുകൾ വെള്ളം പമ്പ് ചെയ്ത് തണുപ്പിക്കുകയും ചെയ്തു. അഗ്നിരക്ഷാ സേന എത്തുന്നതിന് മുമ്പ് പമ്പിലെ ജീവനക്കാർ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിച്ച് തീ അണയ്ക്കാൻ ശ്രമിച്ചിരുന്നു. തീപിടുത്തത്തെ തുടർന്ന് പരിക്കേറ്റ് അത്യാഹിത നിലയിൽ കിടന്ന പമ്പിലെ ജീവനക്കാരനെ സേന ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് അയക്കുകയും ചെയ്തു. തൊടുപുഴ അഗ്നിരക്ഷാ നിലയത്തിൽ നിന്നും സ്റ്റേഷൻ ഓഫീസർ TK ജയറാമിന്റെ നേതൃത്വത്തിൽ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ മനോജ് കുമാർ D, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ വിവേക് TK, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ജെയ്സാം ജോസ്, ഹോംഗാർഡ് PK ഷാജി എന്നിവർ പങ്കെടുത്തു. ഇപ്പോൾ നമുക്കറിയാം, വളരെ കുറച്ച് ഫയർഫോഴ്സിൻ്റെ ഫസ്റ്റ് റെസ്പോണ്ടഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഫയർഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് സ്പോട്ടിലേക്ക് എത്തുക എന്നുള്ള സാങ്കേതികമായിട്ട് പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള ആൾക്കാരെ അതിനുവേണ്ടി സജ്ജമാക്കി കഴിഞ്ഞാൽ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രാരംഭ ദേശത്തൊക്കെ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് വാനിഷാക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവും. ആദ്യത്തെ 20 മിനിറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ക്രിട്ടിക്കലാണ്. ഏത് ഇൻസിഡൻറ്റ് ആയിക്കോട്ടെ ആദ്യത്തെ 20 മിനിറ്റ് എന്ന് പറയുന്നത് ഗോൾഡൻ അവർ എന്നുള്ളത്. ആ സമയത്ത് നമ്മൾ അവിടെ ആ സ്പോട്ടിലുള്ള ആൾക്കാരെ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായി കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, ജീവനും സന്തോഷം ഉണ്ടാക്കുന്ന നമുക്ക് കിട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ നോട്ടറിലൂടെ ഉദ്ദേശിക്കുന്നത്. കുറച്ചൊരു മാറ്റം നമ്മുടെ ഇതിലൂടെ ഉണ്ടായിട്ടുണ്ട്. ഇനിയും ഇതുപോലുള്ള നോട്ടറിലുകൾ നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണം. ഇടയ്ക്കിടെ പീരിയോഡിക്കലായിട്ട് നടത്തുന്നത് നല്ലതായിരിക്കും. ഓക്കെ, താങ്ക് യു. നമ്മുടെ എല്ലാവർക്കും കൂടെ നന്ദിയാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മഴക്കാലമായാൽ കുഴിയുണ്ടാവും. ഇത് കേരളമാണ് എന്നതാണ് പൊതുമരാമത്ത് മന്ത്രിയുടെ നിലപാട്. ഉദ്യോഗസ്ഥർക്കും ഇതേ മനോഭാവമാണ്. തൊടുപുഴ ഭാഗത്ത് റോഡിൽ നിരവധി കുഴികൾ ഉണ്ടായിട്ടും നടപടിയെടുക്കാൻ വിമുഖത കാണിക്കുകയാണ് പൊതുമരാമത്ത് വകുപ്പ്. തൊടുപുഴ നഗരത്തിലെ PWD റോഡുകളുടെ അവസ്ഥ വളരെ മോശമാണ്. ഒട്ടുമിക്ക റോഡിലും നിരവധി കുഴികളാണ് രൂപപ്പെട്ടിട്ടുള്ളത്. ഇത് ചെറുവാഹനങ്ങളെയാണ് കൂടുതലായി ബാധിക്കുന്നത്. മഴ പെയ്യുന്നതോടെ കുഴികളിൽ വെള്ളം നിറയുകയും ഡ്രൈവർമാർക്ക് കുഴിയാണെന്ന് അറിയാതെ ഇതിൽ ചാടുകയും അപകടങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നു. ഇടയ്ക്കിടയ്ക്ക് PWD ഉദ്യോഗസ്ഥർ കണ്ണിൽ പൊടിയിടാൻ എന്ന വിധം
കുഴി അടയ്ക്കുന്നുണ്ട് എങ്കിലും അതിന്റെ പ്രയോജനം പൊതുജനങ്ങൾക്ക് ലഭിക്കുന്നില്ല. കോലാനിയിൽ നിന്നും വഴിത്തലയ്ക്ക് പോകുന്ന റോഡിന് നടുവേ സമീപത്തെ ബിൽഡിംഗ് ഉടമ മോട്ടോർ ലൈൻ ഇടുന്നതിനായി പൊളിക്കുകയുണ്ടായി. അതാണ് ഇപ്പോൾ വലിയ ഗട്ടറായി മാറിയിരിക്കുന്നത്. PWDക്ക് പണം കെട്ടിവെച്ച ശേഷമാണ് റോഡ് പൊളിച്ചത് എന്നാണ് ഉടമ പറയുന്നത്. എന്നാൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും കുഴിയടയ്ക്കുന്ന യാതൊരുവിധ നടപടികളും ഉണ്ടായില്ല. കുഴിയറിയാതെ നിരവധി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നുമുണ്ട്. എത്രയും വേഗം കുഴിയടയ്ക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തമിഴ്നാട്ടിലെ തേനി ജില്ലയിൽ ഒന്നാം നെൽകൃഷിക്കായും മധുര കോർപ്പറേഷനിലെ ശുദ്ധജല വിതരണത്തിനുമായി മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നുമുള്ള ജലം തേക്കടി ഷട്ടർ വഴി തുറന്നുവിട്ടു. കമ്പം MLAയുടെയും തേനി ജില്ലാ കളക്ടറുടെയും സാന്നിധ്യത്തിലാണ് തേക്കടിയിലെ ഷട്ടർ തുറന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നും തമിഴ്നാടിന് കാർഷിക ആവശ്യങ്ങൾക്കായുള്ള ജലമാണ് തേക്കടിയിലെ ഷട്ടർ ഉയർത്തി തുറന്നുവിട്ടത്. സാധാരണ ജൂൺ 1-നായിരുന്നു ഷട്ടർ തുറക്കുന്നതെങ്കിലും ഇത്തവണത്തെ മഴക്കുറവ് മൂലം അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞിരുന്നതിനാലാണ് 2 മാസത്തിലധികം വൈകി ഷട്ടർ തുറന്ന് ജലമൊഴുക്ക് ആരംഭിച്ചത്. തമിഴ്നാട് തേനി ജില്ലയിലെ 14.707 ഏക്കർ സ്ഥലത്തെ ഒന്നാം നെൽകൃഷിക്കും മധുര കോർപ്പറേഷനിലെ ശുദ്ധജല വിതരണത്തിനും കൂടിയാണ് ജലമൊഴുക്ക് ആരംഭിച്ചത്. പ്രതിദിനം സെക്കൻഡിൽ 300 ഘനയടി ജലമാണ് തുറന്നുവിടുന്നത്. ചടങ്ങിൽ തമിഴ്നാട് മന്ത്രി TR നിർമ്മൽകുമാർ പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും മന്ത്രി എത്താതിരുന്നതിനാൽ കമ്പം MLA ജഗന്നാഥ മിശ്ര, തേനി ജില്ലാ കളക്ടർ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഷട്ടർ തുറന്നത്. തമിഴ്നാട് കർഷക സംഘം പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുമളി. കട്ടപ്പനയിലെ ബസ് സ്റ്റോപ്പുകൾ മാറ്റിയത് ട്രാഫിക് പരിഷ്കരണത്തിന്റെ ആദ്യഘട്ടം മാത്രം. ബസ് സ്റ്റോപ്പിനെതിരെ ആരോപണം ഉന്നയിച്ചവർക്ക് മറുപടിയുമായി നഗരസഭാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി രംഗത്ത്. കട്ടപ്പന ടൗണിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന് വേണ്ടി ബസ് സ്റ്റോപ്പുകൾ പല സ്ഥലങ്ങളിലേക്കായി മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. അത് ട്രാഫിക് റെഗുലേറ്റർ കമ്മിറ്റിയുടെയും നഗരസഭയുടെയും ട്രാഫിക് കമ്മിറ്റിയുടെയും എല്ലാം ഏകകണ്ഠമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ കമ്മിറ്റികളിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രതിനിധികൾ പങ്കെടുത്തിട്ടുണ്ട്. അവരെല്ലാവരുടെയും അംഗീകാരത്തോടുകൂടി നടപ്പാക്കിയിട്ടുള്ള തീരുമാനമാണ്. കട്ടപ്പന ടൗണിൽ ഇതുവരെയും വെയിറ്റിംഗ് ഷെഡുകൾ ഉണ്ടായിരുന്നില്ല. ബസ് സ്റ്റോപ്പുകളാണ് ഉണ്ടായിരുന്നത്. ആ ബസ് സ്റ്റോപ്പുകളാണ് മാറ്റിയിരിക്കുന്നത്. ആ ബസ് സ്റ്റോപ്പുകൾ മാറ്റിയപ്പോൾ അത് ജനങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി ബോക്സ് രൂപത്തിലുള്ള ബോർഡുകളാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, 4 സൈഡിൽ നിന്ന് നോക്കിയാലും ബസ് സ്റ്റോപ്പ് അവിടെയാണ് എന്ന് ആളുകൾക്ക് കൃത്യമായി കാണുവാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഇതൊക്കെ സ്ഥാപിച്ചിരിക്കുന്നതിന് കാര്യത്തിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് വലിയ ആരോപണം. നിങ്ങളുടെ ഓരോ ബോക്സിൻ്റെയും ചോട്ടിൽ ചെന്നാൽ അറിയാം, അതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈ കട്ടപ്പനയിലെ ഏതെങ്കിലും സംഘടനകളോ സ്ഥാപനങ്ങളോ ആണ്. അതിനുവേണ്ടി മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പണം ചെലവാക്കിയിട്ടില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ അഴിമതി ഉണ്ട് എന്നുള്ള ആക്ഷേപം അടിസ്ഥാനരഹിതമാണ്. അതുകൊണ്ട് ഈ ആക്ഷേപം പറയുന്നവർ ഇതൊന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. ഇതിൽ എഴുതിയിരിക്കുന്നത് ബസ് സ്റ്റോപ്പ് എന്നാണ്, അല്ലാതെ വെയിറ്റിംഗ് ഷെഡ് എന്നല്ല. വെയിറ്റിംഗ് ഷെഡ് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അത് സ്കൂളിൻ്റെ അവിടെ GST ഓഫീസിന് നേരെ എതിർവശത്താണ്. അവിടെ വേറെ വ്യാപാര സ്ഥാപനങ്ങളൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട്, വേറെ തടസ്സങ്ങളില്ലാതിരുന്നത് കൊണ്ടും അവിടെ ചെറിയ ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മൾ വെച്ചിരിക്കുന്നത് ബസ് സ്റ്റോപ്പുകളാണ്. ഇതിനു മുമ്പും ബസ് സ്റ്റോപ്പുകളിൽ ആളുകൾ നിന്നുകൊണ്ടിരുന്നത് ഒന്നെങ്കിൽ കടത്തിണ്ണകളിൽ, അല്ലെങ്കിൽ അവർ വഴിയിലാണ് നിന്നുകൊണ്ടിരുന്നത്. നമുക്കറിയാം, നമ്മളിവിടെ നിൽക്കുമ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് DYSP ഓഫീസിൻ്റെ മുമ്പിൽ ആളുകൾ നിന്നുകൊണ്ടിരുന്നു. അവിടെ കടത്തിണ്ണയുമില്ല, അവിടെ യാതൊരു സൗകര്യവും ഉണ്ടായിരുന്നില്ല. വള്ളിക്കവലയിൽ ആളുകൾ നിന്നുകൊണ്ടിരുന്നു. അവിടെ വെറുതെ സ്ലാബിൻ്റെ മേളിലാണ് യാത്രക്കാർ നിന്നുകൊണ്ടിരുന്നത്. അങ്ങനെ പല സ്ഥലങ്ങളിലും അങ്ങനെയാണ്. ബസ് സ്റ്റോപ്പ് മാറ്റിയപ്പോഴും പല സ്ഥലങ്ങളിലും ആ രീതിയിൽ നിൽക്കേണ്ടതുണ്ട്, കടത്തിണ്ണയിൽ നിൽക്കാൻ സൗകര്യമുള്ളതുണ്ട്. ആ രീതിയിലാണ് അത് മാറ്റിയിട്ടുള്ളത്. ഇനി ഈ ബസ് സ്റ്റോപ്പ് സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ സൗകര്യം തരാൻ തയ്യാറാണ് എങ്കിൽ സമയബന്ധിതമായി എല്ലാ സ്ഥലത്തും
വെയിറ്റിംഗ് ഷെഡ് പണിയുവാൻ മുനിസിപ്പാലിറ്റി തയ്യാറാണ്. ഇപ്പോൾ നമ്മളിവിടെ ഈ KGS ബിൽഡിങ്ങിൻ്റെ മുമ്പിലുള്ള ബസ് സ്റ്റോപ്പിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. അവിടുത്തെ ആ ഒരു സ്ഥാപനം തന്നെ അടുത്ത ഒരു 90 ദിവസത്തിനകം നമുക്ക് അവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് അവരുടെ ചെലവിൽ തന്നെ പണിത് തരാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സ്വന്തമായി ആർക്കെങ്കിലും പണിത് സ്വന്തം സ്ഥാപനങ്ങളുടെ മുമ്പിൽ വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ വെക്കാം. അല്ലെങ്കിൽ അവർ വെക്കുന്നതിന് തടസ്സം നിൽക്കാതിരുന്നാൽ നമ്മൾ വേറെ ഏജൻസികളെ കൊണ്ട് നമ്മൾ വെയിറ്റിംഗ് ഷെഡ് പണിയിപ്പിച്ച് വെക്കാം. അതുകൊണ്ട് ആ കാര്യത്തിൽ നഗരസഭ പ്രതിജ്ഞാബദ്ധമാണ്. അതുകൊണ്ട് നഗരസഭ നടത്തുന്ന പ്രവർത്തനങ്ങളെ താറടിച്ച് കാണിക്കുന്നതിനും ജനങ്ങളുടെ ഇടയിൽ അനാവശ്യമായിട്ടുള്ള ഒരു ചിന്തകളൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി നടത്തുന്ന നുണപ്രചരണങ്ങൾ, അങ്ങനെയുള്ള കേന്ദ്രങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ നമ്മുടെ കാരണവന്മാരുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ ഈ കറിക്കടകയും അതോടൊപ്പം തന്നെ കൂർക്കക്കിഴങ്ങുമൊക്കെ തിരിച്ചറിയാനായിട്ട് കഴിയണം. എന്ന് പറഞ്ഞാൽ ബസ് സ്റ്റോപ്പ് എന്താണ്, വെയിറ്റിംഗ് ഷെഡ് എന്താണ് എന്ന് കൃത്യമായി തിരിച്ചറിയുവാൻ ഈ ആക്ഷേപം പറയുന്നവർ ഒന്ന് തയ്യാറായാൽ വളരെ നന്നു. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയുടെ നവതി ആഘോഷങ്ങളുടെ സമാപനം നടന്നു. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. നവതിയോടനുബന്ധിച്ച് ആരംഭിച്ച എയർലി ഡിറ്റൻഷൻ സെന്ററിന്റെയും ട്രോമ കെയർ യൂണിറ്റിന്റെയും ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി, ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല, മന്ത്രിമാരായ റോജി M. ജോൺ, VA അബ്ദുൾ ഗഫൂർ, MPമാർ, MLAമാർ, വൈദികർ എന്നിവർ പങ്കെടുത്തു. പള്ളിക്കൊപ്പം പള്ളിക്കൂടവും പള്ളി ആശുപത്രിയും എന്നത് കേരള കത്തോലിക്ക സഭയുടെ പ്രൗഢമായ സാമൂഹ്യ ദർശനത്തിന്റെ അടയാളപ്പെടുത്തലാണ്. 9 പതിറ്റാണ്ട് മുൻപ് സാധാരണക്കാരായ ജനങ്ങളുടെ ആരോഗ്യ പരിപാലനം ലക്ഷ്യമാക്കി അങ്കമാലിയിൽ ആരംഭിച്ച ലിറ്റിൽ ഫ്ലവർ ആശുപത്രി ഇന്ന് നവതി ആഘോഷിക്കുമ്പോൾ അത് കേരള സഭയുടെ സാമൂഹ്യ ശുശ്രൂഷ ധാരകളിൽ തിളക്കമാർന്നൊരു അധ്യായത്തിന്റെ അഭിമാനകരമായ ആഘോഷം കൂടിയാണ്. ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയുടെ നവതി ആഘോഷങ്ങളുടെ സമാപനം നടന്നു. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു. അത്യാധുനിക സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ആശുപത്രിയുടെ സേവനങ്ങളെ മുഖ്യമന്ത്രി VD സതീശൻ പ്രശംസിച്ചു. സത്യമെന്നുള്ള ശീലമോടെ ഞാൻ ശാന്തി അറിയണമേ, ഭൂമിയമ്മ എന്നറിയുവാനുള്ള ബോധമുണ്ടാകണേ. അങ്കമാലിയെ കാഴ്ചയുടെ നഗരമാക്കി മാറ്റിയതാണ് LF ആശുപത്രി. നമ്മളെല്ലാം ജനിച്ച നാൾ മുതൽ കേൾക്കുന്ന വാക്കാണ് ലിറ്റിൽ ഫ്ലവർ ആശുപത്രി. അതും വലിയ കോൺട്രിബ്യൂഷനാണ്, വലിയ ഒരു സംഭാവനയാണ്. മാത്രമല്ല അതിനിടയിൽ പാമ്പ് കടിക്കുള്ള ചികിത്സയുടെ കാര്യത്തിലും ഈ ആശുപത്രി മുന്നോട്ട് പോയി. ഞങ്ങളെല്ലാം MLAമാരായിരിക്കുമ്പോൾ പെട്ടെന്ന് പറയും പാമ്പ് കടിച്ചു. അപ്പം ഞാൻ പെട്ടെന്ന് ചോദിക്കും എങ്ങോട്ടാ കൊണ്ടുപോയത്? അവർ LFലേക്കാണ്. അപ്പോൾ ഒരു ആശ്വാസമാവും. കാരണം എന്തെങ്കിലും ഒരു ചെറിയ നിവൃത്തിയുണ്ടെങ്കിൽ ആള് രക്ഷപ്പെടും. ചടങ്ങിൽ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി, ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല, മന്ത്രിമാരായ റോജി M. ജോൺ, VA അബ്ദുൾ ഗഫൂർ, MPമാർ, MLAമാർ, വൈദികർ, പൊതുമണ്ഡലത്തിലെ പ്രതിഭകൾ എന്നിവർ പങ്കെടുത്തു. ഈ അങ്കമാലിയുടെ ഒരു നക്ഷത്ര ശോഭയാണ് LF ഹോസ്പിറ്റൽ. ഇന്ന് അങ്കമാലി ഒരുപാട് വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഒരു ഗ്രാമീണമായിട്ടുള്ള ഒരു പശ്ചാത്തലത്തിലുള്ള ഒരു പ്രദേശമായിരുന്നു. ഇപ്പോൾ എയർപോർട്ട് വന്നു, അങ്കമാലിക്ക് ഒരുപാട് വികസനം ഉണ്ടായി. ഈ LF ഹോസ്പിറ്റല് ആരംഭിക്കാനായിട്ട് കാരണമാക്കിയത് മോൺസിഞ്ഞോർ ജോസഫ് പഞ്ഞിക്കാരനച്ഛൻ്റെ പാവങ്ങളോടുള്ള ഇഷ്ടവും അടുപ്പവും സഹാനുഭൂതിയുമാണ്. ഇവിടുത്തെ മനുഷ്യർക്ക് പലപ്പോഴും ആരോഗ്യ മേഖലയിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ അദ്ദേഹം കണ്ടിട്ട് അദ്ദേഹം അതിനൊരു പ്രതിവിധി അന്വേഷിച്ചു. MSJ സിസ്റ്റേഴ്സിൻ്റെ സഹായം അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹം ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റല് ആരംഭിച്ചു. ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലിസി ഹോസ്പിറ്റലിൻ്റെ പേട്രൺ ലിറ്റിൽ ഫ്ലവറാണ്. അങ്കമാലി ആസ്പത്രിയുടെയും പേട്രൺ ലിറ്റിൽ ഫ്ലവറാണ്. നവതിയോടനുബന്ധിച്ച് ആരംഭിച്ച
ഏർലി ഡിറ്റക്ഷൻ സെന്ററും ട്രോമ കെയർ യൂണിറ്റും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മുതിർന്ന ഡോക്ടർമാരെ ആദരിച്ചു. 1936 വാടക കെട്ടിടത്തിൽ ഡിസ്പെൻസറിയായി ആരംഭിച്ച ആശുപത്രി 30-ലധികം മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലേക്ക് ഇന്ന് വളർന്നിരിക്കുകയാണ്. 610 കിടക്കകളും 200-ലധികം ഡോക്ടർമാരും 2000-ഓളം ജീവനക്കാരും ഇന്നുണ്ട്. അത്യാധുനിക സൗകര്യങ്ങളോടെ 25 ആധുനിക ഓപ്പറേഷൻ തിയേറ്ററുകളും 14 ICUകളും സജ്ജം. പ്രതിദിനം 2000-ഓളം പേർക്ക് ഔട്ട് പേഷ്യന്റ് വിഭാഗത്തിൽ സേവനം നൽകുന്നു. 90 വർഷത്തെ സേവന പുണ്യമാർന്ന പ്രയാണത്തിന്റെ അഭിമാന പദങ്ങളെയും നവതിശോഭയിൽ ആർജിച്ച അതുല്യ നേട്ടങ്ങളെയും ഭാവി പദ്ധതികളെയും സംബന്ധിച്ച് ലിറ്റിൽ ഫ്ലവർ ആശുപത്രി ഡയറക്ടർ ഫാദർ ജേക്കബ് ജി പാലക്കാപ്പള്ളി സംസാരിച്ചു. 1960-ൽ തന്നെ അർബുദ ചികിത്സയ്ക്കുള്ള സംവിധാനങ്ങൾ ആശുപത്രിയിൽ സജ്ജമാക്കുന്നതിന് ശ്രമങ്ങളുണ്ടായി. അക്കാലത്ത് തന്നെയാണ് നേത്രരോഗ ചികിത്സാരംഗത്തേക്ക് LF ചുവടുവെച്ചത്. 1969-ൽ തന്നെ നേത്രവിഭാഗത്തിൽ കോണ്ടാക്ട് ലെൻസിന്റെയും അനുബന്ധ സംവിധാനങ്ങളുടെയും സേവനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. LFലെ ചികിത്സാ ചെലവ് എന്നും സാധാരണക്കാർക്ക് താങ്ങാവുന്ന രീതിയിൽ മാത്രമാണ്. കാലത്തിനൊത്ത മാറ്റങ്ങളും ആധുനികീകരണവും നടത്താൻ ഇവിടെ സജ്ജമാണ്. അതേസമയം ഇതുപോലുള്ള ട്രസ്റ്റ് ആശുപത്രികളെ ഞെരുക്കുന്ന കോർപ്പറേറ്റ് ആശുപത്രികളുടെ ഭീമമായ ചികിത്സാ ബില്ലുകൾക്ക് അറുതി ഉണ്ടാവേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ക്രിയാത്മക ഇടപെടലും ഉണ്ടാകണമെന്നും മാനേജ്മെന്റ് പറഞ്ഞു. നവതി ആഘോഷങ്ങളുടെ നിറവിൽ നവീനമായ പദ്ധതികളാണ് LF ആശുപത്രി ആവിഷ്കരിച്ചു വരുന്നത്. ഹൃദയ ചികിത്സാ രംഗത്ത് വലിയ മുന്നേറ്റമുണ്ടാക്കിയ ഇവിടെ കാർഡിയാക് തൊറാസിക് വിഭാഗത്തിൽ കൂടുതൽ അത്യാധുനിക സൗകര്യങ്ങൾ സജ്ജമാണ്. നിലവിൽ ആശുപത്രിയോടനുബന്ധിച്ചുള്ള കെട്ടിടത്തിലെ നഴ്സിംഗ് കോളേജും അനുബന്ധ സൗകര്യങ്ങളും കുന്നപ്പള്ളിശ്ശേരിയിലെ 7.5 ഏക്കറിൽ നിർമ്മിക്കുന്ന വിശാലമായ കെട്ടിടങ്ങളിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. ആതുര സേവന മേഖലയിൽ ഇന്നോളം സഞ്ചരിച്ച വഴികളുടെ സ്പന്ദനങ്ങൾ ഉൾക്കൊണ്ട് വർത്തമാനകാലത്തിന്റെ ചുവരെഴുത്തുകളെ വായിച്ച് പ്രത്യാശയോടെ നല്ല നാളെകളിലേക്കുള്ള പ്രയാണത്തിലാണ് ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയെന്ന് ഫാദർ ജേക്കബ് ജി പാലക്കാപ്പള്ളി പറഞ്ഞു. ഉദ്ഘാടന ചടങ്ങിൽ നിരവധി വിശിഷ്ട വ്യക്തികൾ പങ്കെടുത്തു. വെങ്ങല്ലൂർ ചെറായിക്കൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ഗുരുദേവ ക്ഷേത്രത്തിൽ മഹാമൃത്യുഞ്ജയ ഹോമവും ശനീശ്വര പൂജയും നീരാഞ്ജന സമർപ്പണവും നടന്നു. ക്ഷേത്രം തന്ത്രി NG സത്യപാലൻ തന്ത്രികളും മേൽശാന്തി വൈക്കം ബെന്നിശാന്തിയും ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നിരവധി ഭക്തരാണ് പങ്കെടുത്തത്. വെങ്ങല്ലൂർ ചെറായിക്കൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ഗുരുദേവ ക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ ഹോമവും ശനീശ്വര പൂജയും നീരാഞ്ജന സമർപ്പണവും നടത്തി. ക്ഷേത്രം തന്ത്രി NG സത്യപാലൻ തന്ത്രികളുടെയും ക്ഷേത്രമേൽശാന്തി വൈക്കം ബെന്നിശാന്തികളുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടത്തിയത്. യൂണിയൻ വൈസ് ചെയർമാൻ MN ബാബുവിന്റെയും കൺവീനർ PT ഷിബുവിന്റെയും മഹനീയ സാന്നിധ്യത്തിൽ മഹാമൃത്യുഞ്ജയ ഹോമത്തിന്റെയും ശനീശ്വര പൂജയുടെയും നീരാഞ്ജന സമർപ്പണത്തിന്റെയും ഭദ്രദീപ പ്രകാശനം യൂണിയൻ ചെയർമാൻ ബിജു മാധവൻ നിർവഹിച്ചു. ഒരു മനുഷ്യനെ ഉയർത്തുന്നതും തളർത്തുന്നതും എല്ലാം വാക്കുകളാണ്. സന്തോഷം നിലനിർത്താൻ സാധ്യമാകുന്നതും കെടുത്താൻ പറ്റുന്നതും വാക്കുകളാണ്. എല്ലാത്തിലും ഉയരത്തിൽ ശക്തിയായി നിൽക്കുന്നത് വാക്കുകളായതുകൊണ്ടാവാം ഗുരു പറഞ്ഞത് അല്ലെ, നല്ല വാക്കുകൾ, അക്ഷരസ്ഫുടതയോടെ നല്ല വാക്കുകൾ സംസാരിക്കാനുള്ള പരിജ്ഞാനം ഉണ്ടാവണം, എല്ലാം ശുഭമാകും. ഇപ്പൊ തീർച്ചയായും ബെന്നിശാന്തിയോട് നല്ല വാക്കുകൾ പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം തൊടുപുഴ യൂണിയന്റെ കീഴിലുള്ള ഈ ക്ഷേത്രം വിമർശനങ്ങളും കുറ്റങ്ങളും ഒക്കെ പല രീതിയിലൊക്കെ കേൾക്കാം. അത് മനുഷ്യ സഹജമാണ്. എന്നിരുന്നാലും 4 വർഷമായി ഇവിടെ ശാന്തി സൂചിപ്പിച്ചതുപോലെ 4 വർഷമായി ഈ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി മുന്നോട്ട് പോകുന്നു. ഞങ്ങളുടെ ഒരു നിരീക്ഷണത്തിൽ യൂണിയനോ അതല്ലെങ്കിൽ ഈ സമൂഹത്തിനോ വ്യക്തികൾക്കോ ആർക്കും യാതൊരു ബാധ്യതയില്ലാതെ ഈ ക്ഷേത്രത്തിന്റെ നവീകരണം ഉൾപ്പെടെ ഈ ക്ഷേത്രത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം ഭക്തജനങ്ങൾക്കും ഭഗവാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നയിച്ചുകൊണ്ട് പോകുന്നു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. മൃത്യുദോഷത്തിനും രോഗശാന്തിക്കും ദീർഘായുസിനും ശനിപ്രീതിക്കുമായി നടത്തിയ ചടങ്ങിൽ നിരവധി ഭക്തരാണ് പങ്കെടുത്തത്. ഓം നമോ നമഃ ശിവായ. ഓം നമോ നമഃ ശിവായ. ഓം നമോ നമഃ ശിവായ. ഓം നമോ നമഃ ശിവായ.
ഓഗസ്റ്റ് 12 രാവിലെ 5 മണിക്ക് കർക്കിടക വാവുബലിക്കുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുമെന്നും ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വെള്ളിയാമറ്റത്ത് ജനങ്ങളുടെ ആരോഗ്യത്തിനും ജീവിതത്തിനും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന പ്ലൈവുഡ് കമ്പനി ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല സ്റ്റീഫൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം മനോജ് കൊക്കാട്ട്, ഡിവിഷൻ മെമ്പർ സജി പി ജോസ് എന്നിവർ സന്ദർശിച്ചു. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഗ്രാമപഞ്ചായത്ത് കമ്പനിക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുണ്ട്. കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. വെള്ളിയാമറ്റത്ത് ജനങ്ങളുടെ ആരോഗ്യത്തിനും ജീവിതത്തിനും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന പ്ലൈവുഡ് കമ്പനി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല സ്റ്റീഫൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം മനോജ് കൊക്കാട്ട്, ഡിവിഷൻ മെമ്പർ സജി പി ജോസ് എന്നിവർ സന്ദർശിച്ചു. നിലവിലുള്ള സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തിയ സംഘം ജനങ്ങളെ ബാധിക്കുന്ന രീതിയിൽ ഫാക്ടറി മാലിന്യങ്ങൾ പുറന്തള്ളുന്നതായി ബോധ്യപ്പെട്ടു. ഇതിനെതിരെ കർശന താക്കീത് നൽകുകയും ജനങ്ങളുടെ ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും ഹാനികരമായ പ്രവർത്തനങ്ങൾ അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഗ്രാമപഞ്ചായത്ത് കമ്പനിക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുണ്ട്. ബന്ധപ്പെട്ട JD ഉദ്യോഗസ്ഥരും കളക്ടറുടെ നിർദ്ദേശപ്രകാരം സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു. ജനങ്ങളുടെ ജീവിതം ദുഷ്കരമാക്കുന്ന ഒരു പ്രവർത്തനത്തിനും കൂട്ടുനിൽക്കില്ല എന്നും ജനങ്ങളുടെ ജീവനും ആരോഗ്യവും പരിസ്ഥിതിയും സംരക്ഷിക്കുന്ന കാര്യത്തിൽ അചഞ്ചലമായ നിലപാടുകളുമായി മുന്നോട്ടു പോകുമെന്നും ജില്ലാ ഭരണകൂടത്തെ പ്രതിനിധീകരിച്ച് പ്രസിഡന്റ് ഷീല സ്റ്റീഫനും മെമ്പർമാരായ മനോജ് കൊക്കാട്ടും സജി പി ജോസും വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, വെള്ളിയാമറ്റം. അർജുനായങ്കിയുടെ സോഷ്യൽ മീഡിയ ഭീഷണി തള്ളി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പോലീസിനെയും ആഭ്യന്തര മന്ത്രാലയത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് കുപ്രസിദ്ധ കുറ്റവാളി അർജുനായങ്കി ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റ് സർക്കാർ ഗൗരവമായി കാണുന്നില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. സേനയെ അവഹേളിക്കാൻ ആർക്കും ശ്രമിക്കാമെങ്കിലും അത്തരം വ്യക്തികളെ കൈകാര്യം ചെയ്യാൻ പോലീസിന് കൃത്യമായ നടപടിക്രമങ്ങളുണ്ടെന്ന് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി അദ്ദേഹം പറഞ്ഞു. കുറ്റവാളികൾ ഇത്തരം പ്രസ്താവനകൾ നടത്താറുണ്ടെന്നും എന്നാൽ പോലീസ് സാഹചര്യം ഉചിതമായ രീതിയിൽ കൈകാര്യം ചെയ്യുമെന്നും അദ്ദേഹം ആവർത്തിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ 2ാം ഘട്ടം ഓണം ആഘോഷങ്ങൾക്ക് ശേഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ആരംഭിക്കും. പോലീസും പൊതുജനങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിനായി ഓഗസ്റ്റ് 15 മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതി ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. അതൊന്നും വലിയ കാര്യമൊന്നുമല്ല. ഞാൻ ധാരാളം ആളുകൾ റൗഡികൾ ഓരോന്ന് പറയാറുണ്ട്. അതൊക്കെ പോലീസ് നോക്കിക്കോളും. അല്ല, ഇത് ഞങ്ങൾ വലിയ ഗൗരവത്തിൽ കാണുന്നില്ല. ഒരാൾ റോഡിൽ ഇറങ്ങി ആളുകളെ ആക്ഷേപിക്കുന്ന അതിന് പോലീസിൻ്റെ ഒരു രീതിയുണ്ട്, അത് അവർ ചെയ്തോളും. എനിക്ക് തോന്നുന്നു അത് ആരോ വാർത്ത കൊടുത്തത്. പോലീസിൻ്റെ ഒരു രീതിയുണ്ടല്ലോ, ചുമ്മാ ആളുകളെ വെടിവെക്കുക. നിങ്ങൾക്ക് വേറെ ഒന്നും ചോദിക്കാനില്ല. ഓപ്പറേഷൻ തുഫാന്റെ 2ാം ഘട്ടം ഓണം കഴിഞ്ഞാൽ ഉടൻ തന്നെ ആരംഭിക്കും. അപ്പോൾ അടുത്ത ഘട്ടം ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളെ കൂടി യോജിപ്പിച്ചുകൊണ്ട് വ്യാപകമായ ബോധവൽക്കരണവും അതോടൊപ്പം തന്നെ ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കാൻ വേണ്ടിയുള്ള കർമ്മ പദ്ധതികൾക്കുമാണ് രൂപം കൊടുക്കുന്നത്. കൊറിയർ സർവീസിലൂടെ വ്യാപകമായ തോതിലുള്ള മയക്കുമരുന്ന് വസ്തുക്കൾ അയക്കുന്നതായി ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെട്ടു. കൊറിയർ കമ്പനികളോട് ഞാൻ ഒരു കാര്യം പാലക്കാട് വെച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ പരിപാടി നിർത്തിക്കൊള്ളണം. സ്വകാര്യ കൊറിയർ കമ്പനികൾ പോസ്റ്റ് ഓഫീസുകൾ വഴിയും ലഹരി പദാർത്ഥങ്ങൾ, രാസലഹരി അയക്കുന്ന ഈ പരിപാടി അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ നടപടികൾ ഈ കമ്പനികൾക്കെതിരെ ഉണ്ടാകും. ഇന്ന് കൊറിയർ കമ്പനികളിലൂടെ അവരയക്കുന്ന സാധനങ്ങൾ എന്താണെന്ന് പരിശോധിക്കാനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട്. സ്വകാര്യ കൊറിയർ കമ്പനികൾ ഇത് രാസലഹരിയെ പ്രോത്സാഹിപ്പിക്കുന്നത് ശരിയല്ല. അങ്ങനെ ചെയ്യുന്നവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകും. തൊടുപുഴ താലൂക്ക് NSS ഹ്യൂമൻ റിസോഴ്സസ് സെന്ററിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ദ്വിദിന വിവാഹപൂർവ്വ കൗൺസിലിംഗ് ആരംഭിച്ചു. യൂണിയൻ പ്രസിഡന്റ് KK കൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് MP ധർമാംഗത കൈമൾ അധ്യക്ഷത വഹിച്ചു. HR സെന്റർ കോർഡിനേറ്റർ SN ശ്രീകാന്ത് സന്നിഹിതനായിരുന്നു. R ബാലകൃഷ്ണൻ, രേഖ C നായർ, ഫാദർ ഡോക്ടർ ജോൺസ് എബ്രഹാം എന്നിവർ ക്ലാസുകൾ നയിച്ചു. നമ്മുടെ ദുഃഖങ്ങൾ എന്താണെന്ന് നമുക്ക് പരസ്പരം തുറന്നു പറയാൻ കഴിയുന്നു. ഇവിടെ കൗൺസിലിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആളുകൂടിയിട്ടുണ്ട്. അപ്പോൾ ഞാനതിനെക്കുറിച്ച് പറയുണ്ടായി. ഈ വിവാഹബന്ധത്തിലെ ചില താളപ്പിഴകൾക്ക് ഈ കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് കുട്ടികൾ വരാം.
അപ്പം അതുകൊണ്ട് ഈ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്രദമായിട്ട് മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷെ ജീവിതം അത് നമുക്കൊരിക്കൽ മാത്രം കിട്ടുന്ന ഭർത്താവ്, ഭാര്യ, കുട്ടികൾ, ആ ഒരു സംതൃപ്തി നമ്മുടെ കുടുംബത്തെ ഒരു ആനന്ദത്തിൻ്റെ ഒരു കൂടാരമാക്കി മാറ്റാൻ നമുക്ക് മാത്രമേ കഴിയൂ. ആനന്ദം നമ്മൾ കണ്ടെത്തണം. അതിന് പര്യാപ്തമായ അതിനു വേണ്ട നിർദ്ദേശങ്ങളുമാണ് NSSന്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടരുത് എന്ന് കരുതി എല്ലാവർക്കും വേണ്ടി പണം നൽകുന്ന, സംഭാവന നൽകുന്ന, സമർപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ടാകണം എന്ന ദീർഘമായ വീക്ഷണത്തോടെ ജന്മനക്ഷത്ര കാണിക്ക സമർപ്പണം എന്ന ആശയം, ദർശനം, കാഴ്ചപ്പാട് ആ തീരുമാനമെടുത്തത് ഓഗസ്റ്റ് 1958 ഓഗസ്റ്റ് 9 ചേർന്ന NSSന്റെ ഡയറക്ടർ ബോർഡ് യോഗത്തിലാണ് ഒരു തീരുമാനം. അതാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ചരിത്ര സംഭവമായിട്ടുള്ള ദിവസമാണ് എന്ന് ഞാൻ പറയുന്നത്. അത് പിറ്റേ വർഷം 1959 ജനുവരി 2 മന്നം ജയന്തി നാളിൽ ആ പണം സമർപ്പിക്കാൻ ആവശ്യം. അപ്പോൾ അങ്ങനെ സമർപ്പിച്ച പണം അന്ന് വളരെ കുറച്ച് ₹1, ₹2 അല്ലെങ്കിൽ എത്രയൊക്കെ അന്ന് കൊടുക്കാൻ 1956 ആലോചിച്ചത്. 1956 അന്ന് കൊടുത്ത സംഖ്യ വെച്ച് നോക്കുമ്പോൾ 1,80,000 രൂപ. വലിയ സംഖ്യയാണ്. ആ സംഖ്യയാണ് നമ്മൾ ജന്മനക്ഷത്ര കാണിക്ക സമാഹരണത്തിന് തുടക്കമായി പിന്നീട് അവിടെ നിന്നോട് എല്ലാ വർഷവും ഇപ്പോൾ അതിൻ്റെ ജന്മനക്ഷത്ര കാണിക്ക സമർപ്പണത്തിന് സമയമാകുക. അതിൻ്റെ കൂപ്പണൊക്കെ പക്ഷേ ഈ 2 മാസം കഴിയുമ്പോൾ ഇനി നിങ്ങൾക്ക് ആ കൂപ്പണുമായി ഹരിവം സെക്രട്ടറി വരുമ്പോൾ അതിൻ്റെ കാര്യം മനസ്സിലാക്കും. കാരണം എന്തിനാണ് പണം ചെലവഴിക്കുന്നത്? NSSന്റെ ഹെഡ് ഓഫീസിൽ നിന്നൊരു 2000 രൂപ കരയോഗത്തിന് കിട്ടിയിട്ടുകൊണ്ട് ഇത് നിങ്ങൾക്ക് കിട്ടിയാണ് 2000 രൂപ കിട്ടിയപ്പോൾ ആ 2000 രൂപ നിന്ന് മുതൽ കിട്ടുന്നത് 5000 നേരത്തെ പറഞ്ഞ 5576 കരയോഗത്തിലെ ഓരോ കുട്ടിക്കും കരയോഗം പറയുന്ന കുട്ടികൾ ഏത് കുട്ടിയായാലും 2000 രൂപ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ പണം. കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനം വലിയ പ്രതിസന്ധിയിലാണെന്നും മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കണ്ണൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് മഴക്കെടുതികളുമായി ബന്ധപ്പെട്ട് ഇതുവരെ 26 പേർ മരിച്ചു. ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ കേരളം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണിത്. സർക്കാരിന്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണയുണ്ടാകും. എന്നാൽ അതേസമയം തന്നെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ പല വീഴ്ചകളും ചൂണ്ടിക്കാട്ടാതിരിക്കാനാവില്ല. കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ, പേരാവൂർ മേഖലകളിൽ വ്യാപകമായ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ചെറുപുഴയിലെ ജോസ്ഗിരിയിൽ ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായ റോഡ് തടസ്സം ഒരാഴ്ച പിന്നിട്ടിട്ടും നീക്കം ചെയ്യാൻ അധികൃതർക്ക് സാധിച്ചിട്ടില്ല എന്നത് തികഞ്ഞ അനാസ്ഥയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മഴക്ക് ശമനമില്ല. ഇത് മലയോര മേഖലകളിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുന്നു. കോട്ടയം ജില്ലയിലെ കിഴക്കൻ പ്രദേശങ്ങളായ പൂഞ്ഞാർ, മീനച്ചിൽ, ഈരാറ്റുപേട്ട മേഖലകളിൽ ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും വലിയ നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. പൂഞ്ഞാർ തെക്കേക്കരയിൽ ഉരുൾപൊട്ടി ഉറങ്ങിക്കിടക്കുകയായിരുന്ന അമ്മയ്ക്കും മകനും റജീന ജോസഫിന് ജീവൻ നഷ്ടപ്പെട്ടത് അങ്ങേയറ്റം ദാരുണമാണ്. അയ്മനം, കുമരകം, ഏറ്റുമാനൂർ മേഖലകളിലായി 5000-ലധികം കർഷകർക്കാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. കോട്ടയം ജില്ലയിൽ തന്നെ പറയുന്നത് 1086 ഹെക്ടർ കൃഷി നാശം വന്നിട്ടുണ്ടെന്നാണ്. വൻപിച്ച നഷ്ടമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. നെടുങ്കണ്ടം പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിലെ 16-ാം വാർഡിൽ ഉൾപ്പെടുന്ന ചേമ്പളം കോഴിമലമെട്ട് റോഡ് കോൺക്രീറ്റ് ചെയ്ത് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു.
വർഷങ്ങളായി കുണ്ടും കുഴിയുമായി കിടന്നിരുന്ന റോഡ് ഗതാഗത യോഗ്യമാക്കുക എന്നത് പ്രദേശവാസികളുടെ ദീർഘകാല ആവശ്യമായിരുന്നു. സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ ആശ്രയിക്കുന്ന ഈ റോഡ് നവീകരിച്ചതോടെ യാത്രാ ദുരിതത്തിന് പരിഹാരമായി. ആദ്യഘട്ടത്തിൽ 93 മീറ്ററും രണ്ടാം ഘട്ടത്തിൽ 177 മീറ്ററും ഉൾപ്പെടെ ആകെ 270 മീറ്റർ റോഡാണ് കോൺക്രീറ്റ് ചെയ്തത്. ശേഷിക്കുന്ന ഭാഗം ഡിസംബർ മാസത്തോടെ ടാറിംഗ് പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് അധികൃതർ അറിയിച്ചു. റോഡിന്റെ ഉദ്ഘാടന യോഗത്തിൽ 16ാം വാർഡ് മെമ്പർ രജനി രഞ്ജിത്ത് അധ്യക്ഷയായി. പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റൂബി ജോസഫ് റോഡ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ഇവിടുത്തെ നാട്ടുകാരുടെ സഹകരണം, ആ സഹകരണം ഒന്നുകൊണ്ട് മാത്രമാണ് ഇതിപ്പോൾ ഇത്ര ഇതിൽ വന്നത്. അതുപോലെ തന്നെ ഈ വാർഡിൻ്റെ മെമ്പറായിട്ടുള്ള രജനി രഞ്ജിത്ത് സ്ഥിരമായിട്ട് ഈ റോഡിൻ്റെ കാര്യം പറയുകയും സ്ഥിരമായിട്ട് ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഇങ്ങനെ ഒരു റോഡ് ഇവിടെ നേടിയെടുക്കാൻ കഴിഞ്ഞതിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഞാൻ അവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ അറിയുവാനുള്ള ആവശ്യങ്ങൾ അറിയുവാനായിട്ട് ഇങ്ങനെ ഉള്ള ആളുകളുള്ള സ്ഥലത്ത് നിന്ന് കൂട്ടം കൂടി അവിടെ വന്നാണ് ഇത് നേടിയെടുത്തുകൊണ്ട് പോകുന്നത്. അപ്പം അങ്ങനെ പ്രവർത്തിക്കാൻ കഴിവുള്ള, സഹകരിക്കാൻ മനസ്സുള്ള ആളുകളുള്ളിടത്താണ് എപ്പോഴും വികസനം എത്തുന്നത്. ഒരു റോഡെന്ന് പറയുന്നത് നമുക്കറിയാം, നമുക്ക് വെറുതെ സഞ്ചാരയോഗ്യം മാത്രമല്ല, വിദ്യാഭ്യാസപരമായിട്ടും ആരോഗ്യപരമായിട്ടും വിപണി സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്കും എല്ലാം ഒരു റോഡ് അത്യാവശ്യമാണ്. കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകുന്നതിനും ആളുകളെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിനും നമ്മുടെ കാർഷിക മേഖലയായിട്ടുള്ള നമ്മുടെ ഈ നാട്ടിലെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുന്നതിനും എല്ലാം റോഡ് അത്യാവശ്യമാണെന്ന് നമുക്കറിയാം. എന്തായിരുന്നാലും ഇങ്ങനൊരു റോഡ് പഞ്ചായത്തിന് ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെയധികം അഭിമാനിക്കുന്നു. 13ാം വാർഡ് മെമ്പർ ഷാജി മരുതോലിൽ, ജെയിംസ് കൊച്ചുപറമ്പിൽ, പ്രദേശവാസികൾ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് പായസ വിതരണവും നടത്തി. നിരവധി പ്രദേശവാസികൾ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. കാണാതായ മത്സ്യത്തൊഴിലാളി ഗൗതം കൃഷ്ണയെ കണ്ടെത്തുന്നതിൽ സംസ്ഥാന സർക്കാർ അലംഭാവം കാണിക്കുന്നുവെന്നാരോപിച്ച് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കൊല്ലം കളക്ടറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പ്രവർത്തകർ പോലീസ് ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചത് സംഘർഷത്തിന് ഇടയാക്കി. ഡിവൈഎഫ്ഐ സംസ്ഥാന ട്രഷറർ RS അരുൺ ബാബു സമരം ഉദ്ഘാടനം ചെയ്തു. പ്രശ്നം ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ മന്ത്രിമാരുടെ സഞ്ചാരം തടയുന്നത് ഉൾപ്പെടെയുള്ള ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. കാണാതായ മത്സ്യത്തൊഴിലാളി ഗൗതം കൃഷ്ണയെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കൊല്ലം കളക്ടറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. നേരിയ തോതിൽ സംഘർഷവും ഉണ്ടായി. കളക്ടറേറ്റിന് മുന്നിൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ച് പോലീസ് പ്രതിഷേധക്കാരെ തടഞ്ഞു. എന്നാൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ബാരിക്കേഡുകൾ മറികടന്ന് കളക്ടറേറ്റ് മതിൽ ചാടിക്കയറുകയും ചെയ്തു. തുടർന്ന് പ്രധാന കവാടത്തിൽ വെച്ച് പോലീസ് പ്രതിഷേധക്കാരെ വീണ്ടും തടഞ്ഞു. ഇതാണ് സംഘർഷത്തിൽ കലാശിച്ചത്. പ്രതിഷേധ യോഗം ഡിവൈഎഫ്ഐ സംസ്ഥാന ട്രഷറർ RS അരുൺ ബാബു ഉദ്ഘാടനം ചെയ്തു. ബാരിക്കേഡെല്ലാം അവിടെ സുരക്ഷിതമായി അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അതൊക്കെ അവിടെ ഇരിക്കും. ഞങ്ങൾ ഇവിടെ കയറാൻ തീരുമാനിച്ചാൽ ഇവിടെ കയറും. ഇവിടെ ഇരിക്കാനാണ് ഇന്ന് തീരുമാനിച്ചത് കൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അല്ലാതെ VD സതീശന്റെ പോലീസ് ബാക്കി നിൽക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നതെന്ന് കരുതിയാൽ സതീശന്റെ പോലീസ് ആ ഗേറ്റിനടുത്തും ഉണ്ടായിരുന്നു. VD സതീശന്റെ പോലീസ് ഗേറ്റിനടുത്ത് നിൽക്കുമ്പോഴാണ് ഡിവൈഎഫ്ഐ കളക്ടറേറ്റിന്റെ നടയിൽ ഇരിക്കണമെന്ന് തീരുമാനിച്ചത്. ഇവിടെ ഇരിക്കുന്നു. ഞങ്ങളുടെ സഹോദരനെ കണ്ടെത്തുന്നതിന് വേണ്ടി അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ ഈ ജില്ലയിലെ മന്ത്രിമാരെ അടക്കം വഴിയിൽ തടയുന്നതുമായി ബന്ധപ്പെട്ട് സമരം തിരുവനന്തപുരത്തേക്കടക്കം വ്യാപിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിശക്തിമത്തായ സമരവുമായി മുന്നോട്ട് പോകും. ഈ നാട്ടിലെ മത്സ്യത്തൊഴിലാളികളോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും. ഗൗതം കൃഷ്ണയുടെ കുടുംബത്തോടൊപ്പം ആ നാടിനോടൊപ്പം ഉണ്ടാകും. ഈ നെറികെട്ട സമീപനവുമായി മുന്നോട്ട് പോകുന്ന ആ മണ്ഡലത്തിന്റെ MLA ഷിബു ബേബി ജോണും ഈ ജില്ലയിലെ മന്ത്രിമാരും അതുപോലെ ഈ സംസ്ഥാനത്തെ ഗവൺമെന്റും എല്ലാം കാണിക്കുന്ന ഈ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റുമെല്ലാം വകുപ്പുമെല്ലാം കാണിക്കുന്ന ഈ നെറികെട്ട സമീപനത്തിനെതിരായി അതിശക്തിമത്തായ സമരവുമായി ഡിവൈഎഫ്ഐ മുന്നോട്ട് പോകുമെന്ന് മാത്രം. ഗൗതം കൃഷ്ണയുടെ അമ്മയുടെ കണ്ണുനീർ കാണാൻ കഴിയാത്ത ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിനുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു. തീരദേശത്ത് നിന്ന് വനംവകുപ്പിലേക്ക് മാറിയ മന്ത്രി ഷിബു ബേബി ജോൺ ഈ വിഷയത്തിൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്നും അദ്ദേഹം ചോദ്യമുയർത്തി. നിരവധി പേർ പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ അഗ്നിരക്ഷാ സേനയും ഷോള ഗ്യാസ്കോയും സംയുക്തമായി മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. തൊടുപുഴ അഗ്നിരക്ഷാ നിലയത്തിൽ നിന്നും സ്റ്റേഷൻ ഓഫീസർ TK ജയറാം നേതൃത്വം നൽകി.
കുഴിയുണ്ടാവും. ഇത് കേരളമാണ് എന്നതാണ് പൊതുമരാമത്ത് മന്ത്രിയുടെ നിലപാട്. തമിഴ്നാട്ടിലെ തേനി ജില്ലയിൽ 1ാം നെൽകൃഷിക്കായും മധുര കോർപ്പറേഷനിലെ ശുദ്ധജല വിതരണത്തിനുമായി മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നുമുള്ള ജലം തേക്കടി ഷട്ടർ വഴി തുറന്നുവിട്ടു. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയുടെ നവതി ആഘോഷങ്ങളുടെ സമാപനം നടന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. വെള്ളിയാമറ്റത്ത് ജനങ്ങളുടെ ആരോഗ്യത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന പ്ലൈവുഡ് കമ്പനി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല സ്റ്റീഫൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം മനോജ് കോക്കാട്ട്, ഡിവിഷൻ മെമ്പർ സജി പി ജോസ് എന്നിവർ സന്ദർശിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.